ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പുറത്ത്. അവിടെയും ചില തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ട് CPI രംഗത്ത് എത്തിയതോടുകൂടി CPM ഇടഞ്ഞു. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളിലൂടെ ആവശ്യമുന്നയിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നടപടിയിലും CPMന് കടുത്ത അതൃപ്തിയാണുള്ളത്. ശാലിനിയോട് ചോദിക്കാം. ശാലിനി, എന്തായാലും തോറ്റു. ഇനിയിപ്പോൾ ഇല്ലാത്ത സ്ഥാനങ്ങളൊക്കെ സൃഷ്ടിച്ച് അവിടെയെങ്കിലും കയറിയിരുന്ന് ഒരു അധികാരം ഉറപ്പിക്കുക, അതായിരിക്കും CPI ലക്ഷ്യമിട്ടത്. പക്ഷേ CPMന് അതത്ര പിടിച്ചിട്ടില്ല. എന്തായാലും വലിയ ഭിന്നതയാണല്ലോ ഇടതുമുന്നണി. രാഖി, വിനോദ, തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കട്ടെ, പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴെന്ന് ചോദിക്കും മുഖ്യമന്ത്രി എവിടെയെന്നുള്ള മറു ചോദ്യവും കൗണ്ടറൊക്കെയാണ് ഇന്നലെ LDFന്റെ കൺവീനർ പുറത്തിറക്കിയത്. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അതിലും ഈ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലുള്ള അജണ്ടയോ ചർച്ചകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. സംസ്ഥാന സമിതി യോഗത്തിലും നിലവിലെ അജണ്ടയിൽ പ്രതിപക്ഷ സ്ഥാനം ആർക്ക് നൽകണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന യോഗങ്ങളിൽ ഈ തോൽവിയുടെ പരാജയത്തിൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു നേതാക്കന്മാർ എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഭിന്ന സ്വരങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് ഒരു വിഭാഗം CPM നേതാക്കന്മാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിലടക്കം ഇക്കാര്യം ചർച്ച ചെയ്തുവെങ്കിലും ആ കേന്ദ്ര നേതൃത്വം അഭിപ്രായപ്പെടുന്നത് പിണറായി വിജയന്റെ അഭിപ്രായമാണ്. അദ്ദേഹം എന്ത് പറയുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇതിനായി കത്തൊക്കെ അയക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ്. പക്ഷേ കത്ത് ഇതുവരെ പിണറായി വിജയന്റെ അരികിലേക്ക് എത്തിയിട്ടുമില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നീട് ആരെ എന്നൊരു ചോദ്യം അവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ CPI വലിയ രീതിയിലുള്ള വിമത സ്വരം ഇതിനുള്ളിൽ ഉയർത്തുകയും ചെയ്തത്. കാരണം തോൽവിയേറ്റ സാഹചര്യം 35 സീറ്റിലേക്ക് സംസ്ഥാനത്ത് LDF ചുരുങ്ങിയ ഒരു പശ്ചാത്തലം. 10 വർഷമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. എന്ത് ഭരണ നേട്ടമാണ് ഉണ്ടാക്കിയത്? ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ഈ ആശാസമരത്തിലടക്കം സർക്കാർ സ്വീകരിച്ച നിലപാട് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ ഭിന്ന സ്വരങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടൊരു ചർച്ചയിലേക്ക് കടക്കാമെന്നുള്ള രീതിയിൽ LDF ഇപ്പോൾ ആലോചനകൾ നടത്തുന്നത്. എന്തായാലും നീണ്ടുപോവുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് ആരെത്തുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സംസ്ഥാന സമിതിയൊക്കെ ചേർന്നതിന് ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തോൽവി പഠിക്കാനുള്ള ശ്രമത്തിലാണ് CPMഉം LDFും ഒക്കെ ഈ ഘട്ടത്തിലുള്ളത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാനോ ഔദ്യോഗികമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതേസമയം തന്നെ CPI മുന്നണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്നതും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഉപനേതാവ് എന്ന രീതിയിലുള്ള കസേര ആവശ്യപ്പെട്ട് തുടരുന്നൊരു പശ്ചാത്തലവും വിമത നീക്കമൊക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. വീണ, വിനോദ്. അതെ, അങ്ങനെ പ്രതിപക്ഷത്തും വലിയ തർക്കങ്ങൾ രൂപപ്പെടുകയാണ്. ഭരണപക്ഷത്ത് മാത്രമല്ല പ്രതിപക്ഷത്തും തർക്കങ്ങളുണ്ട്.